അപ്പം നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഭക്ഷണം ഏറ്റവും നല്ലതും ബാക്കിയുള്ള ഭക്ഷണവും എല്ലാം ഏറ്റവും മോശവും. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും ഇത് വളരെ ടേസ്റ്റാണ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞില്ല. അത് അവർക്ക് ടേസ്റ്റ് ആയിരിക്കും, മറ്റൊരാൾക്ക് ടേസ്റ്റ് ആകണമെന്ന് രുചികരമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതേപോലെ തന്നെ ദൈവത്തിന് പ്രസാദമെന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ദൈവത്തിന് വലിയ പ്രസാദമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതോ ഒരു മായിക ലോകത്തിൽ നമുക്ക് തോന്നുന്നത് പോലെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി നമ്മുടെ മതം ഉണ്ടാക്കുകയാണ്. മനുഷ്യന്റെ മതസങ്കല്പത്തിന്റെ ഒരു വലിയ പ്രശ്നം ഇതാണ്. അതായത് ദൈവത്തെ പ്രസാദിക്കാൻ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ കാണിക്കയായിട്ട് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് കണ്ടെത്തി അത് വേണം ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട്. അത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ജേർണലിസത്തിന് പഠിച്ചപ്പം എൻ്റെ ഇഷ്ടപ്പെട്ട ടീച്ചർ എന്ന് പറയുന്നത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറാണ്. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരു പ്രാവശ്യം എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ രാവിലെ ട്രാവൽ ചെയ്ത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്. കോട്ടയത്ത് വന്ന സമയത്ത് സാറിന് പറഞ്ഞു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു കഴിക്കാം സാർ. ഇയാൾക്ക് കോട്ടയൊക്കെ പരിചയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ട്. അപ്പം പറഞ്ഞു എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞു ശരി സാർ. അപ്പം ഞാൻ എനിക്ക് കൊണ്ടുപോകണം. എന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു ഓർത്തോളം കേട്ടോ നമ്മൾ പട്ടരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് ഇയാൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ കൊണ്ടുപോയേക്കരുത്, നമ്മൾ പട്ടരാണ്, അത് ഓർത്തോണമെന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിച്ചു. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് ചിന്തിച്ച് ഞാൻ സാറിന് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമായിരിക്കും, ഇല്ലേ? പണ്ട് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് ഒരു ചെറുക്കൻ മാർക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലായി. ഉടനെ കൂട്ടുകാരൻ പറഞ്ഞോടാ അത് നോക്കുന്ന സാറിനെ പോയൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ സാറിനെ പോയി കണ്ട അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അയാൾക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുക്കൻ എന്ത് ചെയ്തു, ഉണക്കമീനൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കിട്ടി അവിടെ കൊണ്ട് ചെന്ന് പറഞ്ഞു സാറേ എന്തോ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് സാറേ, സാറിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തോ ഇഷ്ടപ്പെട്ട സാധനം എന്ന് തുറന്നു നോക്കിയപ്പോൾ ഉണക്കമീൻ എടുത്തൊരു ഒറ്റ ഏറെ കാര്യം. അങ്ങേരെ ഒന്നാം തരം ബ്രാഹ്മണനാണ്. അങ്ങേരെ ഈ സാധനം ആ വീട്ടിൽ ഇതുവരെ കയറ്റിട്ടില്ല. കാര്യം ഇത് ചെറുക്കൻ്റെ പ്രശ്നമാണ്. അത് ഇതേപോലെ തന്നെയാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന് പ്രസാദകരമെന്ന് ചിന്തിച്ച് പല പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് ദൈവത്തിന് പ്രസാദമായിരിക്കണമെന്ന് ഒരു അർത്ഥവുമില്ല. ഒന്നാമത്തെ കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്, അതാണ് അതിനൊരു പ്രശ്നം. നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് തന്നെയല്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ നമുക്ക് എന്ത് കൊടുത്താൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്ത് കൊടുത്തിട്ടാണ്? നിങ്ങൾ പൈസ കൊടുത്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ ചിന്ത. ദൈവത്തെ പ്രസാദിപ്പിക്കാനൊന്നും ആരും പൈസയൊന്നും കൊടുക്കണ്ട. കാരണം എല്ലാം അവനുണ്ടാക്കി, അവൻ സൃഷ്ടിച്ചതായ അവൻ്റെ, നമ്മൾ ആരിൽ നിന്നാണ്? ദാവീദ് പറയുന്ന പോലെ ഞങ്ങൾക്ക് എന്താണ് തരാൻ കഴിയുന്നത്? ഞങ്ങൾക്കൊന്നും തരാൻ കഴിയത്തില്ല, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തരുതെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. കാര്യം എന്ത് വസ്തു കൊടുത്താലും, ഏത് വസ്തു കൊടുത്തു കഴിഞ്ഞാലും ആരാണ് ദൈവം എന്ന് വെച്ചുകൊണ്ടാണ് നമ്മുടെ സർവ്വത്തെയും സൃഷ്ടിച്ചത്. നമ്മൾ മനുഷ്യൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ സർവ്വഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ്. ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ് തന്നെയല്ല, ഭൂമിയുടെ വലിപ്പം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു സോളാർ സിസ്റ്റത്തിലെ സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗ്രഹമാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ ഗ്രഹമാണ്. സോളാർ സിസ്റ്റം എന്തുമാത്രം വലുതാണ്? സൗരയൂഥം. പക്ഷെ സൗരയൂഥം എന്ന് പറയുന്നത് തന്നെ മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തിലെ ഒരു ചെറിയ നക്ഷത്ര സമൂഹമാണ് ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എത്രയോ മില്യൺ സോളാർസ് അല്ലെങ്കിൽ എത്രയോ മില്യൺ നക്ഷത്ര സമൂഹങ്ങളുടെ സമുച്ചയമാണ് ശരിക്കും മിൽക്കി വേ എന്ന് പറയുന്നത്, ക്ഷീരപഥം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മില്യൺ ക്ഷീരപഥങ്ങളുടെ, അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് മിക്കവാറും തള്ളിപ്പോകും, ക്ഷീരപഥങ്ങളുടെ കൂട്ടായ്മയാണ് ശരിക്കും നമ്മൾ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മില്യൺ പ്രപഞ്ചങ്ങളുടെ ഒരു വലിയ വിശാല പ്രപഞ്ചം വീണ്ടും കിടക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. സോ ഇതിങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിൽ, അതിനിടയ്ക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു ചില്ലറ സാധനവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താണ് കാര്യം? ഈ വിശാല പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തു എന്നുള്ള ഒരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകത്തില്ല. ഇനി ഈ വിശാല പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല ഒരു ഓഥറുണ്ട്. ഹീസ് നോട്ട് എ ബിഗ് റൈറ്റർ, പക്ഷേ നല്ല ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഹീസ് എ പാസ്റ്റർ, ബ്യൂണസ് ആയസിലെ ഒരു പാസ്റ്റർ, വോൺ കാർലോസ് ഓർട്ടിസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് പ്രീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി കഥകൾ ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കടം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥകൾക്കകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് അപ്പുറത്ത് സോളാർ സിസ്റ്റം, അതിന് ശേഷം ക്ഷീരപഥത്തിന് ശേഷം യൂണിവേഴ്സ്, അതിനുശേഷം വിശാലമായ പ്രപഞ്ചം, ഇതെല്ലാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ബാക്ക് യാർഡിലെ പൂന്തോട്ടം മാത്രമായിരിക്കാം. ബാക്കിയൊക്കെ എന്തൊക്കെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
ഇല്ലേ? ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ചില ചില്ലറ കാര്യങ്ങൾ കൊടുത്ത് വശത്താക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എന്നുള്ളത് എന്തൊരു വിഡിത്തമാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് വസ്തുക്കൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തെ നമ്മൾ എന്തെങ്കിലും കാണിച്ച് വിസ്മയപ്പെടുത്താനും കഴിയത്തില്ല. നമ്മുടെ ചിന്ത നല്ല ആകാശത്ത് നല്ല വർണ്ണരാജികൾ വിരിയിക്കുന്ന നല്ല ഒരു വെടിക്കെട്ട് നടത്തി കഴിഞ്ഞാൽ ദൈവത്തിന് ഭയങ്കര പ്രസാദമാകുമെന്നാണ്. വെളിച്ചത്തിന്റെ ഉടയവനായ ദൈവത്തെ വിസ്മയപ്പെടുത്താൻ നിങ്ങളുടെ യാതൊരു വെടിക്കെട്ട് കൊണ്ടും പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ നമ്മുടെ കണ്ണിന് കൊള്ളാമെന്നല്ലാതെ ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനൊന്നും ഉപയുക്തമായ കാര്യമൊന്നുമല്ല. ചിലർ പറയുന്നത് കലകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ്. കലകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കല എനിക്കിഷ്ടമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കലകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പറയുന്നത് മൈക്കലാഞ്ചലോയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഒരു കാക്കയുടെ പടം വരച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉള്ളൂ. കാര്യം ഇതിൻ്റെ എല്ലാം ഉടയവനാണ് അവൻ. ഒരു പൂവിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ പുഷ്പത്തിൽ ദൈവം കാണിച്ചിരിക്കുന്ന കലാവിരുത് ലോകത്തിൻ്റെ മുഴുവൻ കലാകാരന്മാരും ഒരുമിച്ചിരുന്ന് കൂടി ആലോചിച്ച് ചെയ്താൽ ചെയ്യാൻ വയ്യാത്ത കാര്യം ഒരു ചെറിയ പനിനീർ പുഷ്പത്തിൽ അവൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കലകൾ കാണിച്ച് അവനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അവർ ഗാഡ് ഈസ് എ ഗ്രേറ്റ് ഗാഡ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് മഹാനായ ഒരു ദൈവമാണ്. അവൻ്റെ അടുത്ത് നമുക്ക് ഒരു ഗിമ്മിക്സും പറ്റത്തില്ല. പാട്ട് പാടി, എനിക്ക് പാട്ട് ഇഷ്ടമാണ്, നൃത്തം ഇഷ്ടമാണ്. ഞാൻ നൃത്തവും പാട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ്മയത്തോടുകൂടെ നോക്കിയിരുന്നിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്കിത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് അന്യമായ, എനിക്ക് ഉയർന്നതായ ഒരു കാര്യത്തെ നോക്കി മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? വിസ്മയപ്പെടുത്തുള്ളൂ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ വിസ്മയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കലകൾക്കൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് ആരും കണക്കാക്കിയിട്ട് കാര്യമില്ല. ഉത്സവപ്പറമ്പിലെ കലാപരിപാടികളൊക്കെ മനുഷ്യന് രസകരമായി തോന്നുന്നുള്ളതല്ലാതെ അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉപയുക്തമായ കാര്യമല്ല. ഇനി മറ്റു പലരുടെയും ചിന്ത നമ്മളെ തന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അസറ്റിസം എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ തന്നെ അങ്ങ് ചെറുതാക്കുക, നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉപദ്രവിക്കുക. ഒറീസയിൽ ഞാൻ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും എപ്പോഴും യാത്ര ചെയ്യുന്ന ഇന്ത്യയുടെ ലെങ്തൻ പ്രതി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒറീസയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അടി വാങ്ങിക്കുക എന്നുള്ളതാണ്. ദണ്ഡനോജി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിലത്തെ ടാർ റോഡിൽ ആളുകൾ കിടക്കും, ചൂരൽ വടി കൊണ്ട് വേറെ ആളുകൾ വരെ അടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടുന്നത് പോലെ അടിക്കും. അപ്പോൾ അവരുടെ ചിന്ത എന്നറിയാമോ? ഇത് കണ്ടിട്ട് ദൈവം പ്രസാദിക്കുമെന്നാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്ന കാര്യം, അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. കള്ളം കാണിച്ചിട്ട് പോയി അടി വാങ്ങിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ദൈവം പ്രസാദിക്കുമെന്നാണ്. നമ്മുടെ ശരീരത്തിൽ വരയുക, മുറിക്കുക, ചോര വരുത്തുക, ഇതൊക്കെ ബാലിൻ്റെ ആളുകളെ കുറിച്ച് നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ മുറിക്കുകയും. ദൈവം ഒരു സാഡിസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തനാണ് ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്, ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവം ഒരിക്കലും ഒരു സാഡിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇനി ദണ്ഡനോച്ചയുടെ കാര്യമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, നൊയമ്പ് നോക്കിയാലും ദൈവം പ്രസാദിക്കുമെന്ന് ആരും ചിന്തിക്കൊന്നും വേണ്ട. നൊയമ്പ് നോക്കിയാൽ മാത്രമല്ല, 21 ദിവസമോ 41 ദിവസമോ ഉപവാസം എടുത്താലും ദൈവം പ്രസാദിക്കുമെന്ന് ആരും ചിന്തിക്കണ്ട. നമ്മുടെയൊക്കെ ചിന്ത ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാൻ ഒരു 40 ഇരിക്കുക ബ്രദറെ എന്നാണ് പറയുന്നത്. നിങ്ങൾ 40 ഇരുന്നാൽ നിങ്ങൾക്കുള്ള, അല്ലാതെ ഇതൊന്നും കണ്ടുകൊണ്ടൊന്നും ദൈവം പാവം ഒത്തിരി ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നില്ല, എന്നാൽ ഇവരിലങ്ങ് പ്രസാദിച്ചേക്കാമെന്നൊന്നും ദൈവം അങ്ങനത്തെ ഒരു പട്ടിണി കിടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. അതൊക്കെ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഉപവാസ യജ്ഞം നടത്തിയൊന്നും, ഞാനിത് പറയാൻ ഉള്ള കാര്യം എനിക്കറിയാം. ട്രിവാൻഡ്രത്ത് മിക്കവാറും നടക്കുന്ന കാര്യമാണ് ഉപവാസ യജ്ഞങ്ങൾ. 40 ദിവസം ഉപവാസ യജ്ഞം. 40 ദിവസത്തെ ഉപവാസത്തിന് 80 പേര് വന്ന് പ്രസംഗിക്കും, 40 തരത്തിലുള്ള പാട്ടുകാർ വന്ന് പാടും. ഇതൊക്കെ നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇതൊക്കെ ഏതാണ്ട് ദൈവപ്രസാദമാണെന്നാണ് നടത്തുന്നവരുടെയും വരുന്നവരുടെയും ഒക്കെ ചിന്ത. ഇതൊന്നും ദൈവം നോക്കുന്ന പോലുമില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊന്നും അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം. 100 ദിവസത്തെ ക്രൂസൈഡ് സംഘടിപ്പിച്ചാലും ക്രൂസൈഡ് സംഘടിപ്പിച്ചത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ പാട്ട് പാടുന്നതും നിങ്ങൾ ഉപവാസം എടുക്കുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല. അത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ അടി വാങ്ങിച്ചത് കൊണ്ടോ, നിങ്ങൾ മുള്ളേ കിടന്നത് കൊണ്ടോ, നിങ്ങൾ ഉപവാസം എടുത്തത് കൊണ്ടോ ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മതത്തിൻ്റെ ഒരു ഭാഗമാണിതെല്ലാം. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നല്ലൊരു ശതമാനവും ആത്മീയതയുടെ ഭാഗമല്ല. എന്തിൻ്റെ ഭാഗമാണ്? മതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഉപവാസം എടുക്കുന്നതിനെതിരൊന്നുമല്ല. ഉപവാസം എടുക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉപവാസം ഇരുന്നത് കൊണ്ടും പട്ടിണി ഇരുന്നത് കൊണ്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കാൻ? അതൊക്കെയാണല്ലോ. അതൊക്കെ നിങ്ങളുടെ ഈ റിലീജിയസ് കോൺസെപ്റ്റാണ്. തപസ്സിരുന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ, വരങ്ങൾ വാങ്ങിക്കുക എന്നുള്ള ഒരു ഈസ്റ്റേൺ റിലീജിയസ് കോൺസെപ്റ്റ് പോലെയാണ് ഇന്ന് വിശ്വാസികളും കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു പ്രശ്നം തീർക്കാൻ ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കുക ബ്രദറെ.
പ്രശ്നം തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം. നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി ഉപവാസം ഇരുന്നാൽ മതി. അല്ലാതെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനല്ലാതെ വേറെ യാതൊരു കാര്യവും ഇതിനകത്ത് നടക്കുന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം റിലിജിയൻ പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്, എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല. പ്രവൃത്തി എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞത് ക്യാരക്ടർ വേണം, പക്ഷേ അല്ലാതെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താത്ത ആചാരപരമായ പ്രവൃത്തികൾ കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്നത് റിലിജിയനാണ്, ആത്മീയതയല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഞാൻ ഉപവാസത്തിനെതിരാണെന്നോ പ്രാർത്ഥനയ്ക്കെതിരാണെന്നോ അല്ല. എൻ്റെ ക്യാരക്ടറിനെ, എൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്താത്ത ആചാരപരമായ ഒരു പ്രവൃത്തിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഉപയുക്തമല്ല. അതൊക്കെ മതത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലാതെ അത് ആത്മീയതയുടെ പ്രദർശനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് മതവും, ക്രിസ്തീയ മതവും പെന്തിക്കോസ്തു മതവും, ഇപ്പൊ എല്ലാ മതവും ഉണ്ട്, പെന്തിക്കോസ്തു മതവും ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ഉപയുക്തമായ കാര്യമല്ല. നമ്മൾ നദിയിൽ മുങ്ങിയത് കൊണ്ടും യാതൊരു വ്യത്യാസവും നമുക്ക് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ, ഏതെങ്കിലും നദിയിൽ മുങ്ങിയത് കൊണ്ട്, നമ്മൾ ഏതെങ്കിലും പുണ്യ നദി പോയി മുങ്ങിയത് കൊണ്ടോ, ഇനി അതല്ല മാനസാന്തരപ്പെടാതെ പോയി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ദൈവസന്നിധിയിൽ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടൊന്നും നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ആന്തരികമായി നമുക്കുണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ ഒരു പ്രതിഫലനമായി മറ്റുള്ള, അല്ലെങ്കിൽ ഒരു സൈൻ എന്ന നിലയിൽ ഒരു ബാപ്റ്റിസം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി മുങ്ങിയതുകൊണ്ടൊന്നും നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. പണ്ട് പാക്കനാരുടെ ഒരു സ്റ്റോറി ഉണ്ട്. പാക്കനാര് മേൽജാതിയിൽപ്പെട്ട ഒരാളെ കണ്ടു. എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താണ്, ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണ്, പല പുണ്യ നദികളിൽ മുങ്ങിയിട്ട് വരാൻ പോവുകയാണ്. ഇയാൾ എന്ത് ചെയ്തു? പറഞ്ഞു, എൻ്റെ ഞാനൊരു സാധനം തന്നു വിടാം, അത് ഒന്ന് കൊണ്ടുപോയി നിങ്ങൾ മുങ്ങുന്ന എല്ലാ കുളത്തിനും ഇതുകൂടെ ഒന്ന് മുക്കിയേക്കണം എന്ന് പറഞ്ഞൊരു പാവയ്ക്ക കൊടുത്തു വിട്ടു. അപ്പോൾ അവിടെ പോയ എല്ലാ സ്ഥലങ്ങളിലും പോയി അദ്ദേഹം പാപമോചനത്തിനായി മുങ്ങിയ കൂട്ടത്തിൽ എന്തുകൂടെ ചെയ്തു? ഈ പാവയ്ക്കായുടെ മുക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പാക്കനാർക്ക് കൊണ്ട് കൊടുത്തു, ഇന്ന് ആ പാവയ്ക്ക വേണ്ട എനിക്ക് വേണ്ട, ഇങ്ങേര് തന്നെ അതൊന്ന് കറി വെച്ചാൽ കഴിച്ചോളാൻ പറഞ്ഞു. കറി വെച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, എൻ്റെ പാക്കനാരെ എന്തൊരു കയ്പ്! ആഹാ, അപ്പൊ ഇത്രയും പുണ്യനദിയിൽ മുങ്ങിയിട്ടും പാവയ്ക്കയുടെ കയ്പൊന്നും മാറിയില്ല, പിന്നെ നിങ്ങൾ മുങ്ങിയിട്ട് എന്ത് കിട്ടാനാണ്? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ജീവിതത്തിനും രൂപാന്തരമില്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിട്ട് എവിടെങ്കിലും പോയി മുങ്ങിയിട്ടൊന്നും യാതൊരു അർത്ഥവും ദൈവം കൽപ്പിക്കുന്നില്ല. രൂപാന്തരമാണ് ആവശ്യം. രൂപാന്തരം സംഭവിക്കാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ സ്നാനത്തിനെതിരൊന്നുമല്ല, പക്ഷേ രൂപാന്തരം സംഭവിക്കാത്ത, മാനസാന്തരമില്ലാത്ത സ്നാനം ദൈവസന്നിധിയിൽ പ്രയോജനരഹിതമാണ്. ഇതെല്ലാം ദൈവത്തെ തേടി അലയുന്ന മതത്തിൻ്റെ അന്ധതയിൽ നിന്നുള്ള ആചാരങ്ങളാണ്. ദൈവത്തെ തേടി അലയുന്ന, ഞാൻ പറഞ്ഞല്ലോ എന്തിനു വേണ്ടിയാണ് ദൈവത്തെ തേടി അലയുന്നത്? ദൈവം നമ്മളിൽ നിന്ന് അകലെയാണെന്നും ദൈവം നമ്മളോട് പിണങ്ങിയിരിക്കുകയാണെന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾക്കും ചിന്ത എന്നറിയാമോ, ദൈവം പിണങ്ങിയിരിക്കുകയാണ്, ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ഉപവാസം എടുക്കുന്ന പലരും. എന്നാൽ ഇതൊരു ഒരു തെറ്റിദ്ധാരണയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമായ കാര്യമല്ല. ദൈവം അങ്ങനെ പിണങ്ങിയിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാര്യം വേദപുസ്തകത്തിലെ ദൈവം നമ്മളോട് പിണങ്ങിയിരിക്കുന്നൊരു ദൈവമല്ല. വേദപുസ്തകത്തിലെ ദൈവം അവനെ തേടി അലയാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല. വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യനെ തേടി വരുന്നവനായ ഒരു ദൈവമാണ്. റിലീജിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. റിലീജിയൻ, മതങ്ങളും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം അതാണ്.